ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. എസ് ജെ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലേ. ഈ എഡിറ്റിംഗ് കംപ്ലീറ്റ് മാർക്ക് നമുക്ക് വാങ്ങണ്ടേ? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എഡിറ്റിങ്ങിൽ നമുക്കറിയാമെന്ന് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബേസിക് ഗ്രാമർ, അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ, സ്പെല്ലിങ്, വേർഡ് ഓർഡർ, അതുപോലെ പങ്ക്ച്വേഷൻ മാർക്സ്, കുത്തുകോമ കാര്യങ്ങളൊക്കെ അല്ലേ, ടെൻസസ്, ദെൻ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, റിലേറ്റീവ് പ്രൊണൗൺ. ദൈവമേ, ഇതെല്ലാം എന്താ? എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഒന്നും പേടിക്കണ്ട. ഈ ഒരു അവസാന നിമിഷം നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം, ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023-24 പരീക്ഷയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കിടിലൻ ചോദ്യമാണ്. നോക്കാം. ലൈഫ് വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ഓർ ബാഡ് ബട്ട് എക്സ്പീരിയൻസസ് വിച്ച് ഈസ് ട്രൂ അബൌട്ട് ട്രാവലിംഗ് ടു. ഞാൻ നിങ്ങളോട് പറയും, ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് എങ്കിലും ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടെൻസ് ഏതാണെന്ന് മനസ്സിലാവും. ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ എന്നൊക്കെ മനസ്സിലാവും. അതെങ്ങനെയാണ് സാറേ മനസ്സിലാക്കുക? സിമ്പിളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, യെസ്റ്റർഡേ എന്ന സെൻറ്റൻസിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതേത് ടെൻസ് ആയിരിക്കും? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ വാക്ക്ഡ് എന്നൊരു, അല്ലെങ്കിൽ വാസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഉണ്ടാവില്ലേ? അത് കണ്ടാൽ നമുക്ക് അറിയാം എന്താ അത് പാസ്റ്റ് ടെൻസ് ആണ്. ഈസ് എന്നോ വർക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ പ്രസൻ്റ് ആക്കുന്ന ടുഡേ എന്നോ നൗ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്ത് മനസ്സിലാക്കാം? പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ സ്പോട്ടിൽ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താ നമുക്ക് നോക്കാം. ലൈഫ് വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത് എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ മിസ്റ്റേക്ക്? നമുക്കറിയാം ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് അല്ലേ, ഒരു യാത്രയാണ്. ഫ്രം ബർത്ത് ടിൽ ഡെത്ത്, ജനനം മുതൽ മരണം വരെ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ ജീവിതം ഒരു യാത്രയായിരുന്നു. ഇന്നങ്ങനെയല്ലേ? അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രസ്താവന, അതൊരു ഫാക്റ്റ് പറയാണ് അല്ലേ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു യാത്രയാണ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. യാത്രയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുക. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാസ് വരും അവിടെ? ഇല്ല. വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ, ഇപ്പോൾ പറയുന്ന പോലെ അല്ലേ നമ്മളത് പറയേണ്ടത്. അപ്പോൾ ഏതാണ് വരിക? യെസ്, നമുക്കറിയാം ലൈഫ് ഈസ് എന്നാണ് വരേണ്ടത്. ലൈഫ് വാസ് എന്നല്ല വരിക. എന്താ മറിച്ച് വരിക? ലൈഫ് ഈസ് എന്നാണ് വരേണ്ടത്. റെഡിയല്ലേ? ഓക്കെ, ലൈഫ് ഈസ് എന്ന് എഴുതി. നെക്സ്റ്റ്, ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ അല്ലേ. ഈ ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടുണ്ട്. എന്തൊക്കെയുണ്ട്? നല്ലതും ഉണ്ട്, ചീത്തയും ഉണ്ട്. നല്ലതും അല്ലെങ്കിൽ ചീത്തയും, അത് കറക്റ്റ് അല്ല. നല്ലതും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ചീത്തയുണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ അവിടെ എന്താ മിസ്റ്റേക്ക്? ഓർ വരൂല സാറേ. മറിച്ച് ഓറിൻ്റെ പകരം എന്താ അവിടെ ചേർക്കുക? ഏറ്റവും ബെസ്റ്റ്, ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ആൻഡ് ബാഡ്. നല്ലതും ചീത്തയും ഉണ്ടാകും അല്ലേ. ആൻഡ് എന്ന് പറയുന്ന വേർഡാണ് അവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കത്തുന്നില്ലേ? അപ്പോൾ കുറച്ചൊക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക്. വിച്ച് ഇസ് ട്രൂ അബൌട്ട് ട്രാവലിംഗ് ടു. സച്ച് എക്സ്പീരിയൻസസ് മേ ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ഇൻ ഫേസിങ് ദ ചലഞ്ചസ് ദാറ്റ് ലൈഫ് ത്രോ ടു ഹിം. എന്താ അവിടെ മിസ്റ്റേക്ക്? അത്തരം അത്തരം എക്സ്പീരിയൻസസ് മേ ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ, അത് നമ്മുടെ വ്യക്തികളെ സഹായിക്കും. ഇൻ ഫേസിങ് ദ ചലഞ്ചസിനെ നേരിടുന്നതിൽ. ദാറ്റ് ലൈഫ്, അത് ചലഞ്ചസ് നമുക്ക് ആരാ തരുന്നത്? ലൈഫാണ് തരുന്നത് അല്ലേ. ത്രോ ടു അസ്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ത്രോ എന്നല്ല വരിക, മറിച്ച് ത്രോസ് എന്നാക്കണം. എന്തിനാണ് സാറേ അവിടെ ത്രോസ് എന്നാക്കിയത്? അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, അവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, നമ്മൾ ഹീ ഈസ് മൈ ഫ്രണ്ട് എന്നല്ലേ നമ്മൾ പറയുക. ഹീ ഈസ് മൈ ഫ്രണ്ട് എന്നാണ് പറയുക അല്ലേ. അല്ലാതെ ഹീ ആർ മൈ ഫ്രണ്ട് എന്ന് നമ്മൾ പറയുമോ? ഇല്ല. എന്താ കാരണം? ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. അപ്പോൾ വെർബും, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. വെർബും എന്ത് തന്നെ ആയിരിക്കണം? സിംഗുലർ തന്നെ ആയിരിക്കണം. അതൊരു എഗ്രിമെൻ്റ് ആണ്, അതൊരു ഉടമ്പടിയാണ്.
ഓക്കെ, അതിനെ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. നമ്മുടെ പറയുന്നുണ്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഇനി എങ്ങാനും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ, ഇപ്പോൾ ദേ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വെർബും പ്ലൂറലാണ് ഉപയോഗിക്കേണ്ടത്. ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ദേ ആർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഷീ ആണെങ്കിലോ, ഷീ ഈസ് ആണോ ആറാണോ? ഷീ ഈസ് ആണ് നമ്മൾ പറയാം. ദേ ആർ, പീപ്പിൾ ആർ, ചിൽഡ്രൻ ആർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. റെഡി അല്ലേ? ഇതേപോലെ ഹീ ത്രോ ആണോ അല്ലെങ്കിൽ ഹീ ത്രോസ് ആണോ വരിക? പോട്ടെ. ഹീ പ്ലേ ആണോ അല്ലെങ്കിൽ ഹീ പ്ലേസ് ആണോ വരിക? ഹീ പ്ലേസ് ആണ് വരിക. കാരണം പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് എന്ന് പറയുന്നത് വെർബാണ്. ആ വെർബ് സിംഗുലർ ആണ്. എങ്ങനെ മനസ്സിലായി? അവസാനം എസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവസാനം എസ് ഉള്ള വെർബുകളൊക്കെ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? ഈസ്, വാസ്, ഡസ്, ഹാസ്, പ്ലേസ്, വാക്സ്. ഇതൊക്കെ എന്താണ്? ഇനിയുണ്ട് കുറേ എസ് വരുന്ന വേർബുകളൊക്കെ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? ഇനി പ്ലൂറൽ ആരൊക്കെയാ? ആറ്, വേറ്, ഡു, ഹാവ്, പ്ലേ, വാക്ക്. ഇവരൊക്കെയാണ് നമ്മൾ എന്താ പറയുക? പ്ലൂറൽ എന്ന് പറയാം. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ആരുടെ കൂടെ ഉപയോഗിക്കുക? പ്ലൂറലായിട്ടുള്ള ആളുകളുടെ കൂടെ അല്ലേ. പീപ്പിൾ, ചിൽഡ്രൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? എന്താ ഉപയോഗിക്കുക? ഈ പറയുന്ന ആളുകളെയാണ് നമ്മൾ ഉപയോഗിക്കുക. പ്ലൂറലാണ് ഉപയോഗിക്കുക. എന്നാൽ സിംഗുലർ ആകുമ്പോഴാണ് ഹീ ഈസ് അല്ലേ, ഷീ വാസ്, ദ ബോയ് ഡസ്, അല്ലെങ്കിൽ ഹീ ഹാസ്, ടീച്ചർ പ്ലേസ്, ഓക്കെ, മെസ്സി വാക്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ സെറ്റായോ? ഒരാളാണെങ്കിൽ വാക്സ് അല്ലെങ്കിൽ ത്രോസ്. ഇവിടെ നോക്ക്, ലൈഫ് എന്ന് പറയുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൻ്റെ കൂടെ നമ്മൾ ത്രോ ആണോ ത്രോസ് ആണോ ഉപയോഗിക്കേണ്ടത്? ത്രോസ് അല്ലേ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ അത് സെറ്റായില്ലേ? അത് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരും. അപ്പോൾ അതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടി. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് പരിശീലിക്കാം. തൊട്ട് മുമ്പത്തെ വർഷം 2022-2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെയിം നമ്മുടെ ഫള്ളി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണോ. മിസ്റ്റർ ഫെഡ്സർ poured a cup of cider and hand it to the little boy. എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട് അല്ലേ. ആ ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സാറ് പറഞ്ഞിട്ടുണ്ട് ടെൻസ് മനസ്സിലാക്കി വെക്കണമെന്ന്. ടെൻസ് ഞാൻ നോക്കിയപ്പോൾ പോർഡ് കണ്ടപ്പോൾ എനിക്കറിയാം അത് പാസ്റ്റ് ടെൻസ് ആണ്. പോർ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പോഡ് അല്ലേ. ഒഴിച്ചു, ആ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ? ആൻഡ് ഹാൻഡ് ഇറ്റ് ടു ദ ബോയ്. കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞില്ലേ കൊടുത്തിട്ട്. എന്നിട്ട് ഹാൻഡ് അല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പോരാ, എന്താക്കണം? പാസ്റ്റ് ടെൻസ് ആക്കണം. ഹാൻഡഡ് ഇറ്റ് ടു ദ ചൈൽഡ് അല്ലെങ്കിൽ ബോയ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക്. കണ്ടോ, നമുക്ക് അടുത്ത ക്ലൂ ആണത്. ഡ്രാങ്ക് കുടിച്ചു കഴിഞ്ഞു. ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക് അല്ലേ. ഇറ്റ് ഡൗൺ ഗ്രേറ്റ്ഫുള്ളി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക്. ഗ്രേറ്റ്ഫുള്ളിൻ്റെ സ്പെല്ലിങ്ങിലാണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലേ. ഗ്രേറ്റ്ഫുള്ളി എന്ന് പറയണം. റെഡി അല്ലേ? അടുത്ത്, ഹണ്ടിങ് ഫോർ ദ ഹൗസസ് വേർ തേഴ്സ്റ്റി വർക്ക്. തെറ്റാണ് അവിടെ. ഹണ്ടിങ് ഫോർ ദ ഹൗസസ് ഒരൊറ്റ കാര്യമാണ് അല്ലേ. വീടുകൾ തപ്പി ഇറങ്ങുക എന്ന് പറയുന്നത് വാസ് തേഴ്സ്റ്റി വർക്ക്. വാസ് എ തേഴ്സ്റ്റി വർക്ക്. സെറ്റാണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് എപ്പോഴും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ക്വാർട്ടർലിക്ക് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു, ഇത് ഹാഫ് ഇയർലിക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇതിങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കുറേ സാധനങ്ങൾ മനസ്സിലാവുക, കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, തിയറി പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൽ നിന്നും തിയറി മനസ്സിലാക്കി പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ് ടു ദ ലാഡ്. ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ആൻഡ് ആസ്ക് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. സോ ക്ലെവർ വാസ് ദ ആൻസേഴ്സ്. And the priest agreed to take the little fellow into the temple as an acolyte. ഓക്കെ, എന്താണ് മിസ്റ്റേക്സ് എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുക. 4 മാർക്കിനുണ്ട്, 4 മിസ്റ്റേക്കാണ്. ഈ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. എന്നിട്ട് 4 out of 4 നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യുക.
ബി കോൺഫിഡൻറ്റ്, 100% കോൺഫിഡൻ്റ് ആയിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. ദിസ് ഇസ് മുഹമ്മദ് ഷാജു സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലേണിംഗ്. താങ്ക് യു.